ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്താണ് ചിന്തിക്കുന്നത്. അപ്പോൾ അത് ആരുമാകാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആകാം, ഫാമിലി മെമ്പേഴ്സ് ആകാം, ലവർ ആകാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആകാം, അങ്ങനെ ആരുമാകാം. അപ്പോൾ ഈ ഒരു സമയം അവർ നിങ്ങളെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ഒരു സമയം നിങ്ങളെപ്പറ്റി വിചാരിക്കുന്നത് നിങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് ഒരു സന്തോഷമാണ്. അവർക്കൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കൊടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ. ചിലപ്പോൾ നല്ല സുഹൃത്തുക്കളായിരുന്നിരിക്കാം. ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നിരിക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് വളരെ സന്തോഷമാണ് തോന്നുന്നത് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു എന്നാണ്. മറ്റുള്ള സ്നേഹബന്ധങ്ങളും സൗഹൃദങ്ങളും അവർക്കുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു എന്നവർ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. പിന്നെ ലവേഴ്സ് കാർഡിൻ്റെ ഒരു എനർജിയാണ്. ഇവർക്ക് നിങ്ങൾക്ക് പകരം വേറെ ആരെയും വയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇവർ ചിലപ്പോൾ പല ആൾക്കാരെയും ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ അവരിൽ നിന്നും ഒന്നും കിട്ടാത്ത എന്തൊക്കെയോ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല അവർ കണ്ടുമുട്ടിയ ആൾക്കാരിലൊന്നും തന്നെ അവരൊട്ടും കംഫർട്ടബിൾ ആകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളെയും അവർക്ക് സാധിക്കില്ല, വേറൊരാളെയും അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങളോട് വളരെയധികം സ്നേഹമാണ് ഈ ഒരു സമയം അവർക്ക് തോന്നുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ആദ്യം നിങ്ങളെ കാണണം, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം എന്നാണ് തോന്നാറുള്ളത്. അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഫീല് തോന്നുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ അവരുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് സ്നേഹമാണ് ഈ ഒരു സമയം നിങ്ങളെ ഓർക്കുമ്പോൾ അവർക്ക് തോന്നുന്നത്. അവരുമായിട്ടുള്ള ബന്ധം വീണ്ടും ദൃഢമാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർക്കൊരു സന്തോഷമാണ് ഇപ്പോൾ തോന്നുന്നത്. അവരില്ലെങ്കിലും നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നില്ല, നിങ്ങൾ വളരെ ഹാപ്പിയാണ് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവരെ അറിയിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അവരുടെ മുന്നിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നത് അവരില്ലെങ്കിലും നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇവർ അങ്ങനെ നോക്കി കാണുന്നുണ്ട്. നിങ്ങൾ ഭാഗ്യമുള്ളൊരു ആളാണ് എന്നവർ നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. അപ്പോൾ
അങ്ങനെയൊക്കെയാണ് അവർ നിങ്ങളെ ഓർക്കുമ്പോൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ബന്ധം ഒരു വിവാഹത്തിലേക്ക് എത്തണമെന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ ഈ ഒരു സമയം അവർ ഓർത്തെടുക്കുന്നുണ്ട്. അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നുകിലൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആയിരുന്നിരിക്കണം, അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻ ആയിരിക്കണം. കാരണം ഇതൊരു ഫാമിലി കാർഡാണ്. അപ്പോൾ ഒരു സോൾ കണക്ഷനുള്ള കാർഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു യൂണിയൻ വീണ്ടും ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം സന്തോഷമായിട്ടിരിക്കുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിവാഹത്തിന് മുന്നേ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഒക്കെ ആയിട്ട് പിരിഞ്ഞു പോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുടുംബവുമായിട്ട് വളരെ സന്തോഷത്തിലിരിക്കുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ മജീഷ്യൻ്റെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു മാജിക് അറിയാവുന്ന ആളാണെന്നാണ്, നിങ്ങളിൽ മാജിക് ഉണ്ടെന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. ഒരുപാട് കഴിവുകൾ നിങ്ങൾക്കുണ്ടെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. പിന്നെ സിൻസിയർ ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു ആളാണെന്ന് ചിലപ്പോൾ ഇവർ പാസ്റ്റിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളോട് അത് ചിലപ്പോൾ പറഞ്ഞിട്ടുമുണ്ടായിരിക്കാം. പക്ഷേ അവിടെ നിന്നും നിങ്ങളൊരു മജീഷ്യനാണ് എന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ അത്തരത്തിൽ അവർ നോക്കി കാണുന്നു എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾ സത്യമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് ഈ ഒരു സമയം ഒരുപാട് റെസ്പെക്റ്റൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് അഭിമാനമൊക്കെ അവർക്ക് ഈ ഒരു സമയം ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെയും സാധിച്ചെടുക്കുന്ന ആൾക്കാരാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ വിക്ടറി ആൻഡ് സക്സസ് ആണ്. നിങ്ങൾ വിജയിയായ ഒരു ആളാണെന്ന് അവർ നിങ്ങളെ നോക്കിക്കാണുന്നുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടെ വിജയത്തിൽ നിൽക്കുന്ന ഒരു ആളാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പൊരുതി നേടിയ വിജയം, ആ ഒരു വിജയം നേടിയ ആളുകളായിരിക്കാം നിങ്ങൾ. ഒരുപാട് ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ട് വിജയിച്ച ഒരാളായിരിക്കാം നിങ്ങൾ. അപ്പോൾ ഇപ്പം നിങ്ങൾ സക്സസ് ആണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളൊരു സക്സസ്സിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവർ കാണുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നു, മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നു, നിങ്ങളുടെ വിജയം അവർ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് അവർക്ക്. അപ്പോൾ നിങ്ങൾ തലയുയർത്തിയാണ് നിൽക്കുന്നതെന്നുള്ള ആ ഒരു ചിന്ത അവർക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അഭിമാനത്തോടു കൂടി നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ തല താഴ്ത്തി നിന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ ചീറ്റിങ്ങിൽ നിങ്ങൾക്ക് തല പൊക്കാൻ പറ്റാതൊക്കെ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ തലയുയർത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ, നിങ്ങളെ എത്ര തള്ളി പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എത്ര നെഗറ്റീവ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, അവിടെ നിന്നുമൊക്കെ ഒരുപാട് പൊരുതിയാണ് നിങ്ങൾ ഈ ഒരു സക്സസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം അവർ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ വേൾഡ് കാർഡിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെ അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുന്നു എന്നുള്ളതാണ് ഇതിലും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ അവരുടെ ചുറ്റുമുണ്ടെന്നുള്ളതാണ്. നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചുറ്റും ഉണ്ട്. അപ്പം അതിലും അവർ ആകെ ആ ഒരു അവസ്ഥയിലിരിക്കുമ്പോഴും അവരാകെ ഒരു പോസിറ്റീവായിട്ട് കാണുന്നത് നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസാണ്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ വേണമെന്ന് ഈ ഒരു സമയം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണമെങ്കിൽ
നിങ്ങൾ വേണമെന്ന് അവർ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 6 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണന അവർ തന്നിട്ടുണ്ടായിരിക്കില്ല, സ്നേഹം തന്നിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ മൂല്യം തന്നിട്ടുണ്ടായിരിക്കില്ല. ഇപ്പോൾ പക്ഷേ അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ അർഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് തരേണ്ടതായിരുന്നു, അത് തന്നിട്ടില്ല എന്നൊരു ബോധം ഈ ഒരു സമയം അവർക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അത് തരണമെന്നവർ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു എഫേർട്ട്, ഇവരുടെ ജീവിതത്തിൽ നിങ്ങൾ കൊടുത്തൊരു എനർജി, അത് നിങ്ങൾക്കിനി തിരിച്ചു തരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അത് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ മജീഷ്യനാണ്. അപ്പോൾ ഇവർ ചിന്തിക്കുന്നുണ്ട്, ഇനി എപ്പോഴെങ്കിലും ഒരു യൂണിയൻ ഉണ്ടായാൽ നിങ്ങളെ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു ആഗ്രഹത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് തരണം എന്നവർ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് റീകണക്റ്റ് ചെയ്യണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ നേരിട്ട് കാണണമെന്നൊക്കെ ഈ ഒരു സമയം അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ അവർ ഈ ഒരു സമയം അത്രയും സ്നേഹത്തോടെ കാണുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചലഞ്ചും ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ അവർ നോക്കിക്കാണുന്നത്. ചിലപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അത്തരത്തിൽ പല ചലഞ്ചുകളും നിങ്ങൾ ഒരു പക്ഷേ ഏറ്റെടുത്തിട്ടുണ്ടാവാം. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് പാസ്റ്റിൽ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം അവരുടെ കൂടെ നിങ്ങൾ വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഏത് കാര്യത്തിനും അവർക്കൊരു വിജയം ഉണ്ടാകുമെന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പക്ഷേ പാസ്റ്റിൽ അവർ നേരെ തിരിച്ചായിരിക്കാം നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. കാരണം നിങ്ങൾ അവർക്ക് വേണ്ടി എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു നന്ദിയോ സ്നേഹമോ ഒന്നും ആ ഒരു സമയത്ത് അവർ നിങ്ങളോട് കാണിച്ചിട്ടുണ്ടായിരിക്കില്ല. എന്നാൽ അവരിപ്പോൾ കടന്നു വന്നിട്ടുള്ള ആ ഒരു ജീവിത സാഹചര്യങ്ങളിൽ നിന്നും പല കാര്യങ്ങളും അവരനുഭവിച്ച ആ ഒരു അനുഭവങ്ങളിൽ നിന്നുമെല്ലാം അവർ പല കാര്യങ്ങളും മനസ്സിലാക്കി. അവർ ആ ഒരു പാഠം ഉൾക്കൊണ്ട് ഏതാണ് നല്ലത്, അല്ലെങ്കിൽ എന്താണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്, എന്താണ് ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റേണ്ടത് എന്നൊക്കെ അവർ പഠിച്ച് മനസ്സിലാക്കി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വളരെ വിജയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവർ കാണുന്നത്. അതിനാൽ തന്നെ നിങ്ങളുടെ സാന്നിധ്യം അവർക്കൊരു അനുഗ്രഹമായിട്ടൊക്കെ അവർ കാണുന്നുണ്ട്. നിങ്ങളൊരു മജീഷ്യൻ പവറുള്ള വ്യക്തിയായിട്ടാണ് അവർ കാണുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സുണ്ടെന്നും ഒക്കെ അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവരെയും ഒരുപോലെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നൊക്കെ അവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ അവർ അത്തരത്തിൽ നോക്കി കാണുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.